ലീനയ്ക്ക് തണലായി എൽസമ്മ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, മഴ തോരും മുംബൈയിലെ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിനി കാണാനായിട്ട് കഴിയുക എൽസമ്മയും റീത്തയും വരുന്നത് തന്നെയാണ്. എൽസമ്മയുടെ ദൃശ്യമാണ് നമുക്കിനി വരുന്ന എപ്പിസോഡുകളിൽ കാണാനായിട്ട് സാധിക്കുക. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കം തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കത്തിൽ തന്നെ സ്റ്റാൻലി തുടങ്ങി വയ്ക്കുന്നത് എന്ന് കാണാം. അതായത് പൗലോസ് ആണല്ലോ ഇപ്പോഴത്തെ പ്രധാന വില്ലൻ, അലീനയ്ക്ക് മുൻപിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പൗലോസിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്നതാണ് അലീനയുടെ ആദ്യത്തെ ആഗ്രഹവും ആദ്യത്തെ ഉദ്ദേശവും. അതുകൊണ്ട് തന്നെ പൗലോസിനോട് സ്റ്റാൻലി അലീനയെ ഇരിക്കവേ പറയുകയാണ്, നീ എൻ്റെ മോളെ അനുസരിക്കണമെന്ന്, നീ എൻ്റെ മോളെ കേൾക്കണമെന്ന്. നാളെ തൊട്ട് ഞാനല്ല നിനക്ക് ഉത്തരവിടാൻ പോകുന്നത്, എൻ്റെ മോള് അലീനയാണ് നിന്നെ ഉത്തരവിൽ ഇട്ട് നീ എന്ത് ചെയ്യണമെന്ന് പറയുന്നത് എന്ന് കാണുന്നത് സാധിക്കും. ഇതേ സമയം നീ അവൾ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതിയാകും. കൂടാതെയാണെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യേണ്ട ആവശ്യകത ഇന്ന് ഇല്ല എന്ന് അവൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടതില്ല. അവൾ പറയുന്ന അത്രയും പാചകം ചെയ്യുക, അതിൽ കൂടുതൽ ഒരു തുള്ളി പോലും പാചകം ചെയ്യേണ്ടതില്ല എന്നും സ്റ്റാൻലി കൃത്യമായും വ്യക്തമായും പൗലോസിനോട് പറയുകയാണ്. അല്ല, നിനക്ക് ഇത് അനുസരിക്കാൻ ഭാവമില്ലെങ്കിൽ, ഇതനുസരിക്കാൻ പറ്റില്ല, നിവൃത്തിയില്ലെങ്കിൽ, എൻ്റെ മോളുടെ കീഴിൽ നിൽക്കാൻ സാധിക്കില്ലെങ്കിൽ പൗലോസെ നിനക്ക് പോവാകുന്നതാണ്. നീ നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു പണിക്കാരനാണ്. പക്ഷെ നിനക്ക് വേണ്ട ചില ഗുണങ്ങളുണ്ട്, അത് ഇല്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ മര്യാദയ്ക്ക് നിൽക്കണം, അല്ലെങ്കിൽ നാളെ കഴിയുമ്പോൾ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നു. നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? വളരെ കൃത്യമായില്ലേ? അതോ ഞാൻ ഇനിയും ആവർത്തിക്കണമോ എന്ന് സ്റ്റാൻലി ചോദിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ വേണ്ട കേണൽ സാബ്, എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു. അല്ല, മറിച്ച് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നമ്മുടെ പൗലോസ് പറയുകയാണ്, സാബ്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നോട് ഈ കർശന നടപടി കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. എടാ പൗലോസെ, നീ നല്ല ഒരു മനുഷ്യനല്ല, നീ ഒരു നല്ല പാചകക്കാരനാണ്. നിൻ്റെ പാചകത്തിന് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, വർഷങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അറിയാവുന്നതുമാണ് നിന്നെ. പക്ഷേ എൻ്റെ മകളെ അനുസരിക്കേണ്ടത് അത് ഒരു കടമ തന്നെയാണ് നിനക്ക്. നീയല്ലല്ലോ മുതലാളി, ഞാനല്ലേ മുതലാളിയുടെ മകൾ. എന്താണോ പറയേണ്ടത് അതനുസരിക്കാനുള്ള ബാധ്യത നിനക്ക് പ്രധാനമായും ഉണ്ട് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അത് അനുസരിക്കാത്തോടത്തോളം നിനക്ക് ഒരു അനുസരണയുടെ കുറവുണ്ട്. കൂടാതെ നിനക്ക് കുറച്ച് അഹങ്കാരവുമുണ്ട് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. മര്യാദയ്ക്കായിരുന്നെങ്കിൽ എൻ്റെ മോള് നിൻ്റെ അടുത്ത് യാതൊരു പ്രശ്നത്തിനും വരില്ലായിരുന്നു എന്ന് പറയുന്നതും കാണാൻ കഴിയും. അവളും എടുത്തു കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ശരി തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുകയാണ് എന്ന് പറയുന്നു. നീ നേരായ വഴിയിലൂടെയല്ല നിൻ്റെ സഞ്ചാരം. നിനക്ക് എൻ്റെ മുതൽ നശിപ്പിച്ച് കളയുന്നതിലാണ് താല്പര്യം. അത് ഇനി ഇവിടെ നടക്കില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം പൗലോസിനോട് പോയിക്കോളാനായിട്ട് പറയുകയാണ്. അതായത് ആലോചിക്കാൻ സമയം വേണമെന്ന് പറയുമ്പോൾ, നീ മാറിപ്പോയിക്കോളൂ, നീ ആലോചിച്ചോളൂ, യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ സ്റ്റാൻലി ഇങ്ങനെ പറയുമ്പോൾ അലീനയ്ക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. അലീന
നമ്മുടെ സ്റ്റാലിന് ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്. സ്റ്റാലി അത് സന്തോഷത്തോടെ കഴിക്കുന്നുണ്ട്. സ്റ്റാലി ആദ്യം ചെയ്യുന്നു, അലീന രണ്ടാമത് ചെയ്യുന്നു. തുടർന്ന് വല്യപ്പച്ചനും ഈ സന്തോഷത്തിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലീന ഓട്ടിപ്പോയി വല്യപ്പച്ചനെ വിളിച്ചുകൊണ്ട് വന്ന്, കേണൽ സ്റ്റാലി ജോസഫ് എൻ്റെ മുൻപിൽ തോറ്റു പരാജയപ്പെട്ടു മുത്തശ്ശ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലീന വളരെയധികം സന്തോഷത്തിൽ മുത്തശ്ശനോട് പറയുമ്പോൾ, ചേടാ ആ മുഹൂർത്തം എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് മുത്തശ്ശൻ പറയുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ പൊന്നു മോളെ എന്തായാലും സൂപ്പറായി പൊളിച്ചുട്ടോ എന്ന് പറയുമ്പോൾ, ആദ്യം അവൻ ഒരാളുടെ മുമ്പിൽ ഇങ്ങനെ തോക്കുന്നത്, അതും അവൻ്റെ മകളുടെ മുമ്പിൽ. എന്തായാലും നിന്നെ സമ്മതിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ, വല്യപ്പച്ചനും എൻ്റെ കൂടെ കട്ടക്ക് നിന്നില്ലേ, അതുകൊണ്ടാണ് ഇത് സാധ്യമായത് നമ്മൾക്ക് എന്ന് പറയുന്നു. എൻ്റെ മോളെ നീയൊന്ന് വിശദീകരിച്ച് പറഞ്ഞേ എന്ന് പറയുമ്പോൾ, പൗലോസേനോട് എന്നെ അനുസരിക്കാനായിട്ടും നാളെ മുതൽ ഞാൻ പറയുന്നത് ചെയ്യാനായിട്ടും പപ്പ പറഞ്ഞു എന്ന് പറയുമ്പോൾ, ചേടാ ഇത് ഞെട്ടിച്ച് കളഞ്ഞല്ലോ എന്ന് അവതക്കുട്ടി അലീനയോട് പറയുകയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. തുടർന്നാണെങ്കിൽ നമ്മുടെ അവതക്കുട്ടിയും അലീനയും സ്റ്റാലിനും ചേർന്ന് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നു. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുക പൗലോസിൻ്റെ ധിക്കാരം തന്നെയാണ്. പൗലോസിനോട് സ്റ്റാലി പറഞ്ഞതാണ് അലീനയെ അനുസരിക്കണമെന്ന്. പൗലോസിന് അലീനയെ അനുസരിക്കാനായിട്ട് യാതൊരു ആഗ്രഹവും യാതൊരു താല്പര്യവും യാതൊരു തീരുമാനവും ഇല്ലെന്ന് കാണാം. അതുകൊണ്ട് തന്നെ അലീന പൗലോസിനെ അടുക്കളയിൽ നിന്നും ഇറക്കി വിടുകയാണ്. നിങ്ങൾ ഇറങ്ങിപ്പോക്കോ, നിങ്ങൾക്ക് എൻ്റെ കീഴിൽ പണിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഈ അടുക്കളയിൽ കയറിയാൽ മതി. നിങ്ങൾക്ക് ഒരു ദിവസം കൂടി തരും, അത് കഴിഞ്ഞിട്ടും മാറാൻ ഉദ്ദേശമില്ലെങ്കിൽ പെട്ടിയും പ്രമാണവും എടുത്ത് ഈ വീടിൻ്റെ പടിക്കൽ നിന്ന് പോയിക്കൊള്ളണമെന്ന് അലീന പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം പൗലോസ് ആണെങ്കിൽ അതിനു മുമ്പ് ഇവളെ ഞാനിവിടെ നിന്ന് ഓട്ടിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ നമ്മുടെ റീത്ത ചേച്ചിയെ വിളിക്കുകയാണ്. റീത്ത ചേച്ചിക്ക് വേറെ ഒരു പണിയില്ല, നമ്മുടെ സ്റ്റാലിൻ്റെ കാര്യത്തിൽ തലയിട്ട് കൊണ്ട് തന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണ് റീത്ത ചേച്ചിയുടെ ആഗ്രഹം. പക്ഷേ റീത്ത ചേച്ചിയുടെ ആഗ്രഹമൊക്കെ എൽസമ്മ അങ്ങോട്ട് പൊളിക്കുകയാണ്. എൽസമ്മ വന്ന് വലിയ യുദ്ധം തന്നെ പ്രഖ്യാപിക്കുമെന്നും വലിയ രീതിയിൽ തന്നെ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്നും നമ്മുടെ റീത്ത വിചാരിക്കുന്നുണ്ട്. പക്ഷേ സംഭവിക്കുന്നത് നേരെ മറിച്ചാണ് എന്ന് കാണാൻ സാധിക്കും. എൽസമ്മ അലീനയ്ക്ക് തണലായി മാറുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. സത്യങ്ങൾ കൃത്യമായി സ്റ്റാൻലി അലീനയും എൽസമ്മയ്ക്ക് മുൻപിൽ തുറന്നു കാട്ടുന്നു. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാർ.